മൈ സെഷൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് +2 കഴിഞ്ഞ കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയെക്കുറിച്ചും ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കരിയറിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. BBA വിത്ത് ഏവിയേഷൻ. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് എന്താണ് BBA വിത്ത് ഏവിയേഷൻ, ഇതിൻ്റെ ജോലി സാധ്യതകൾ എന്തെല്ലാം, ഈ ഒരു കോഴ്സിൽ വരുന്ന സബ്ജക്ട്സുകൾ ഏതെല്ലാം, അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ഏതൊക്കെ ജോലികളിലാണ് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുക, ഇനി ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ജോലി കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകൾ എന്തെല്ലാം, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഇനി പഠിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അതേപോലെ പഠനം കംപ്ലീറ്റ് ചെയ്ത് ജോലി അന്വേഷിക്കുന്ന കുട്ടികൾക്കും വളരെ പ്രയോജനപ്രദം ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യം എന്താണ് BBA വിത്ത് ഏവിയേഷൻ? രണ്ട് ടേമുകൾ കൂടി ചേർന്നാണ് BBA വിത്ത് ഏവിയേഷൻ, BBA ആൻഡ് ഏവിയേഷൻ. നമുക്ക് രണ്ട് ടേമുകളും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം BBA എന്താ നമുക്ക് നോക്കാം. BBAയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. ഇപ്പോൾ ബാച്ചിലർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്രാജുവേഷൻ ലെവൽ പ്രോഗ്രാമാണ്. +2 കഴിഞ്ഞ കുട്ടികൾക്കാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ കഴിയുക. ഇനി ബിസിനസ് എന്താ നമുക്ക് നോക്കാം. ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. ഇനി അഡ്മിനിസ്ട്രേഷൻ എന്താ നോക്കാം. ഒരു സ്ഥാപനത്തിലെ ഏറ്റവും ടോപ്പ് ലെവൽ ഡിപ്പാർട്ട്മെന്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഒരു സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ പോളിസി ഫോർമുലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആ സ്ഥാപനത്തിലെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ, അതേപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതേപോലെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, അതേപോലെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഉൾക്കൊള്ളുന്ന ഡിപ്പാർട്ട്മെന്റാണ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഒരു സ്ഥാപനത്തിനെ ലീഡ് ചെയ്യുന്നതിനും മാനേജ് ചെയ്യുന്നതിനും ആവശ്യമായ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാമാണ് BBA എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഏവിയേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രാവൽ ആൻഡ് ടൂറിസം എന്ന മേഖലയെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ് ഏവിയേഷൻ എന്ന് പറയുന്നത്. ഏവിയേഷൻ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്. അനവധി പാർട്ട്നേഴ്സ് ഒരുമിച്ച് കൂടിച്ചേർന്നിട്ടാണ് ഒരു നല്ലൊരു സർവീസ് പാസഞ്ചേഴ്സിനും അതേപോലെ കാർഗോ അയക്കുന്ന ഷിപ്പേഴ്സിനും കൊടുക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എയർ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ആ ഒരു ഫെസിലിറ്റി, അതിനെ നമ്മൾ എയർപോർട്ട് എന്ന് പറയാം. അപ്പോൾ ഈ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരും കൂടിച്ചേരുന്ന ആ മേഖലയെ നമ്മൾ ഏവിയേഷൻ എന്ന് പറയും. BBA വിത്ത് ഏവിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഏവിയേഷൻ മേഖലയിൽ ലീഡർഷിപ്പ് അതേപോലെ മാനേജ്മെന്റ് തലങ്ങളിലേക്ക് കുട്ടികളെ ഉയർത്താൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ്. അടുത്തായിട്ട് ഈ ഒരു BBA വിത്ത് ഏവിയേഷന്റെ സാധ്യതകൾ എന്തെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിർബന്ധമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സാധ്യതകൾ എന്ന് പറയുന്നത്. മറ്റ് പല കാര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. അതിനെപ്പറ്റിയൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്ത ആളുകൾ നിർബന്ധമായും ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് ഒരു 10-20 കൊല്ലം കഴിഞ്ഞാലും നിലനിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ആ ഒരു മേഖല നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇപ്പോൾ 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന പല മേഖലകളും ഇന്ന് നിലവിലില്ല. അതേപോലെ ഇന്ന് നിലവിലുള്ള പല മേഖലകളും ഒരു പക്ഷേ ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ നിലനിൽക്കും, നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന മേഖല നിർബന്ധമായും 10-20 കൊല്ലം കഴിഞ്ഞാൽ നിലനിൽക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമുക്ക് ഏറ്റവും വിശ്വസ്തയോടെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഏവിയേഷൻ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസം നമ്മുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇനി ഒരു 10-20 കൊല്ലം കഴിഞ്ഞാലും ഇത് വളരെയധികം ഒരു വളർച്ച പ്രാപിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പ് നമുക്ക് പറയാൻ കഴിയും. കാരണം അത്രയും വേഗതയിലാണ് നമ്മളെ നാട്ടിൽ ഈ ഒരു ട്രാവൽ ആൻഡ് ടൂറിസം മേഖല വളർന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 2010 ഒരു 100-ൽ താഴെ എയർപോർട്ടുകൾ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ഇന്ന് ഏകദേശം 300-ൽ കൂടുതൽ എയർപോർട്ടുകളുണ്ട്. അതിലൂടെ തന്നെ ഈ ഒരു ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ വളർച്ച എത്ര അധികം വേഗത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ട്രാവൽ ആൻഡ് ടൂറിസം അതേപോലെ ഏവിയേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് ഈ ഒരു BBA വിത്ത് ഏവിയേഷനിൽ വരുന്ന സബ്ജക്ട്സുകൾ ഏതെല്ലാം നോക്കാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു മാനേജ്മെന്റ് ലെവലിൽ ലീഡർഷിപ്പ് ലെവലിൽ നമ്മളെ ലീഡ് ചെയ്യാൻ ഉയർത്തുന്ന ഒരു വ്യക്തിയെ ഒരു സ്ഥാപനത്തിനെ ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് BBA വിത്ത് ഏവിയേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഡിസിപ്ലിനുള്ള ഒരു നോളേജ് ആ ഒരു വ്യക്തിക്ക് ആവശ്യമാണ്. ഒരു ബിസിനസ് മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ വ്യത്യസ്ത മേഖലയിലുള്ള നോളേജ് ആ വ്യക്തിക്ക് ആവശ്യമാണ്.
അപ്പോൾ എന്തൊക്കെയാണ് സബ്ജക്റ്റുകളാണ് വ്യക്തി പഠിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആ വ്യക്തി ബിസിനസ് മാനേജ്മെന്റിനെ കുറിച്ച് ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ മാർക്കറ്റിംഗ് മാനേജ്മെന്റിനെ പറ്റി പഠിക്കുന്നുണ്ട്. ബിസിനസ് എക്കണോമിക്സ് വരുന്നുണ്ട്. അതേപോലെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്. അതേപോലെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട്. കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബിസിനസ്സിൽ വരുന്നുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വരുന്നുണ്ട്. അതേപോലെ റിസർച്ച് മെത്തഡോളജി വരുന്നുണ്ട്. അതേപോലെ എന്റർപ്രണീരിയൽ ഡെവലപ്മെന്റ് എന്നൊരു പേപ്പർ വരുന്നുണ്ട്. അതേപോലെ ഓപ്പറേഷൻ റിസർച്ച് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് വരുന്നുണ്ട്. അതേപോലെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്. അതുപോലെ ഓർഗനൈസേഷണൽ ബിഹേവിയർ വരുന്നുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വരുന്നുണ്ട്. അതായത് ഒരു ബിസിനസ് നമുക്ക് മാനേജ് ചെയ്യാം, ഏതൊക്കെ രീതിയിലുള്ള ഡിസിപ്ലിൻ ആവണം ആവശ്യം, അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാമുകളും ഇതിൽ നമ്മൾ പഠിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡിസിപ്ലിനും എല്ലാ സബ്ജക്ട്സുകളും ഇതിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ജോബുകളിലേക്ക് ജോബ് മേഖലകളിലേക്ക് നമുക്ക് എത്താൻ കഴിയുക നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ രണ്ട് വ്യത്യസ്തമായ മേഖലയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയും. ഒന്ന് ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള മേഖലയിലും വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എയർപോർട്ടിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ അവൈലബിൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അക്കൗണ്ട്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് സെയിൽസിൽ വർക്ക് ചെയ്യാൻ പറ്റും. മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഓപ്പറേഷൻസിൽ വർക്ക് ചെയ്യാൻ പറ്റും. അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യാൻ പറ്റും. മാനേജ്മെന്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻസിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള ജോബുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ജോബുകളും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജോബുകളും അവൈലബിൾ ആണ്. ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ജോബുകൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അത് വരുന്നത് ഓപ്പറേഷൻസ് അതേപോലെ തന്നെ ടെക്നിക്കൽ, ഈ രണ്ട് മേഖലകളാണ് കൂടുതലും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ജോബുകൾ വരുന്നത്. അപ്പോൾ ഇത് ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ് ലെവലിലാണ് ഇതിലെ ജോബുകൾ വരുന്നത്. ഒരു ഗസറ്റഡ് ആയിട്ടുള്ള റാങ്കാണ് ഇതിൽ വരുന്നത്. അപ്പോൾ കൂടുതലായിട്ടും ഈ പറയുന്ന BE അതേപോലെ BTech അതേപോലെ BSc MBA ഇങ്ങനെ കഴിഞ്ഞ ആളുകൾക്കാണ് കൂടുതലും ഇതിൽ അവസരങ്ങൾ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മളുടെ ഈ കോഴ്സ് കഴിഞ്ഞാൽ ഈ BBA വിത്ത് ഏവിയേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ആണ്. അപ്പോൾ അതിൽ രണ്ട് തരത്തിലുള്ള ജോബുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒന്ന് പ്രൈവറ്റ് എയർലൈൻസിന്റെ ജോബുകളും അതേപോലെ ഈ പ്രൈവറ്റ് എയർലൈൻസിന് ആളുകളെ സപ്ലൈ ചെയ്യുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികൾ, അതിലും നിങ്ങൾക്ക് ജോബ് അവൈലബിൾ ആണ്. അപ്പോൾ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ജോബ് ലഭിക്കുക. അപ്പോൾ എയർലൈൻസിലാകുമ്പോൾ ഡയറക്റ്റ് ജോബുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ ഡയറക്റ്റ് എയർലൈൻസിലും അതേപോലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികളും വ്യത്യസ്ത ഡിവിഷനുകൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ട്രാവൽ ആൻഡ് ടിക്കറ്റിംഗിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ബാഗേജ് ഹാൻഡ്ലിംഗിൽ വർക്ക് ചെയ്യാൻ പറ്റും. ചെക്കിങ്ങിൽ വർക്ക് ചെയ്യാൻ പറ്റും. ചെക്കിനിൽ വർക്ക് ചെയ്യാൻ പറ്റും. സെക്യൂരിറ്റിയിൽ വർക്ക് പ്രോസസ്സിംഗിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ റാമ്പിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള വ്യത്യസ്ത ജോബ് പ്രൊഫൈലിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം ജോബ് കിട്ടുന്നതിന് വേണ്ടി എന്തൊക്കെ സ്കില്ലുകളാണ് സ്റ്റുഡൻസിന് ഉണ്ടായിരിക്കണം നമുക്ക് നോക്കാം. അപ്പോൾ രണ്ട് ടൈപ്പ് സ്കില്ലുകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഒന്ന് ഹാർഡ് സ്കില്ലും രണ്ട് സോഫ്റ്റ് സ്കില്ലും. അപ്പോൾ ഹാർഡ് സ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്നിക്കൽ ആയിട്ടുള്ള സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലാണ്. കാരണം അതൊരു ഗ്ലോബൽ കരിയറാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ വേൾഡ് ജിയോഗ്രഫിയെ കുറിച്ച് അറിയണം. അതേപോലെ നിങ്ങൾക്ക് അയാട്ട ഏരിയ, അയാട്ട കോഡ്സുകൾ, സിറ്റി കോഡ്, കൺട്രി കോഡ്, എയർപോർട്ട് കോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ GDS ടിക്കറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് അറിയണം. പിന്നെ എയർപോർട്ടിനെ കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ ലാൻഡ് സൈഡ്, എയർ സൈഡ്, ടെർമിനൽ, ഇതിൽ വരുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ വ്യക്തമായി നിങ്ങൾ മനസ്സിലായിരിക്കണം. ഇത് കൂടാതെ നിങ്ങൾക്ക് സോഫ്റ്റ് സ്കില്ലുകൾ, ആളുകളുമായി നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആവശ്യമുള്ള സ്കില്ലാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി മസ്റ്റ് ആണ്. ഇംഗ്ലീഷ് ഈസ് വെരി മാൻഡേറ്ററി ആണ്. നിർബന്ധമായിട്ട് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം. ഹിന്ദിയും നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഇതിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജ്, കമ്പ്യൂട്ടർ പ്രാക്ടിക്കൽസ് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് MS ഓഫീസ് കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഒരു ടിക്കറ്റിംഗ് സോഫ്റ്റ്വെയറിന്റെ നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അമേഡിയസ് കരിയിലും അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ. അതേപോലെ നിങ്ങൾക്ക് ഇന്റർവ്യൂ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ എയർപോർട്ടിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് വ്യത്യസ്ത റൗണ്ടുകളായിട്ട് ഇന്റർവ്യൂ വരുന്നത്. അപ്പോൾ മോക്ക് ഇന്റർവ്യൂസ് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിരിക്കണം. അതിനെപ്പറ്റിയുള്ള നോളജ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ സാധാരണ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ അതേപോലെ ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ ഇതിലൂടെ കടന്നിട്ടാണ് നിങ്ങൾ ജോബിലേക്ക് പ്രവേശിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ പറ്റിയുള്ള നോളജ് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അതേപോലെ ബേസിക് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, അതേപോലെ ക്രിയേറ്റിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു BBA വിത്ത് ഏവിയേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അതേപോലെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇനി പഠിച്ച് കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്ന കുട്ടികൾക്കും വളരെ പ്രയോജനപ്രദമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.